ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനോസ് ടിപ്സിലേക്ക് സ്വാഗതം. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അച്ചയൻ ചിക്കൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇത് അപ്പം, ഇടിയപ്പം, പുട്ട്, ചോറ് ഇതിനോടൊപ്പമൊക്കെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിനായിട്ട് 1 കിലോ ചിക്കൻ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 20 അല്ലി വെളുത്തുള്ളിയും 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞതും 4-5 പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നുപോയി. അപ്പൊ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു 15-20 മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഈ ചിക്കൻ പീസസ് മാറ്റി 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് മാറ്റാം. ഒരുവിധം നല്ല ഫ്ലെയിമിൽ, അതായത് മീഡിയത്തിൽ തന്നെ മാക്സിമം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം വരുമ്പോൾ വിസിൽ വെച്ച് ഒരു വിസിൽ അടിക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണമെന്നുള്ള ഉദ്ദേശമില്ല. ചിക്കനിൽ നിന്നുള്ള ആ ഒരു സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സ്റ്റീം പോയ ശേഷം അടപ്പ് തുറന്ന് ചിക്കൻ പീസസ് എടുത്തു മാറ്റാം. ഒരു 5-6 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഈ ചിക്കന്റെ പുറമെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇത്രയും ചിക്കൻ സ്റ്റോക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 10 കശുവണ്ടിയാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് കാഷ്യൂനട്ട് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടണം. തിളച്ചു വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കശുവണ്ടി പരിപ്പിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് 1-2 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്താലും മതി. ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം 1-ാം പാൽ എടുത്തു വെക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം വീണ്ടും ഈ തേങ്ങാപ്പീരിയിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് 2-ാം പാൽ എടുത്തു വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തവണയും കൂടെ പിഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് 3-ാം പാൽ എടുക്കാം. അപ്പൊ ഈ 2-ാം പാലും 3-ാം പാലും ഒരുമിച്ച് തന്നെ മാറ്റി വയ്ക്കാം. 1-ാം പാല് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല മഷി പോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരികളൊന്നും പാടില്ല. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ മിക്സിയും കൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇത് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ പീസസ് ഒക്കെ ഒരുവിധം തണുത്ത് പുറമേക്ക് ഒരുവിധം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചൂട് ചുറ്റിയുള്ള ഒരു പാത്രത്തിലേക്ക്, ഞാൻ ഇവിടെ ഒരു വലിയ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സെറ്റായിട്ടാണ് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയത്തിൽ തന്നെ ഇരിക്കണം. മീഡിയത്തിൽ തന്നെ മാക്സിമം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ ചിക്കൻ പീസസ് മറിച്ചിട്ട് കൊടുക്കുക. ഈ രീതിയിൽ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ചിക്കൻ വേവിക്കണം എന്നുള്ള ഉദ്ദേശമില്ല. ചിക്കന്റെ പുറമെ ഒരു ഫ്രൈ ആയ ആ ഒരു ടെക്സ്ചർ കിട്ടിയാൽ മതി. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ബാക്കിയുള്ള ചിക്കൻ പീസസും ഞാൻ ഈ രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സെറ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു 5 മിനിറ്റ് അത്ര തന്നെ വേണ്ടിവരുള്ളൂ. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് 5 ഗ്രാമ്പൂവും 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള കറുവാപ്പട്ടയും ഞാനിവിടെ ഇത് 3 പീസ് ആക്കിയിട്ടുണ്ട്. 5 ഏലക്കായും 1 തക്കോലവും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞെടുത്തതാണ് 1 കപ്പുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി വാടി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി പച്ചമുളക് ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 8 വലിയ പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മൈൽഡ് എരിവായിരിക്കും. നല്ല എരിവുള്ളവർക്ക് 10-12 പച്ചമുളക് വരെ ചേർക്കാം. ഇതിലേക്ക് 2 ചെറിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ടൊമാറ്റോ ആണെങ്കിൽ 1 ടൊമാറ്റോ എടുത്താൽ മതി. ഇതൊരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വഴറ്റി ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 1/2 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വഴറ്റി ആ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കശുവണ്ടി പരിപ്പ് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്
ഇതിലേക്ക് നമ്മൾ തേങ്ങ കശുവണ്ടി പരിപ്പ് അരച്ചെടുത്ത മിക്സി ജാർ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്തതാണ്. ആ 1/4 കപ്പ് വെള്ളവും ചിക്കന്റെ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ചു വരുമ്പോഴേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാല്, ഞാൻ മെഷർ ചെയ്തപ്പോൾ 3 കപ്പ് ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു അടപ്പ് കൊണ്ട് മൂടി ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഒരു 20 മിനിറ്റ് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അടുപ്പ് തുറന്നു നോക്കാം. ഗ്രേവിയൊക്കെ ചെറുതായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിൽ ഗരം മസാല പൊടി ചേർക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും കറിക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്നു നോക്കാം. ഗ്രേവിയൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. കറി നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അഥവാ നിങ്ങളുടെ ഗ്രേവി ലൂസായി പോവുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ തേങ്ങാപ്പാലിൽ കലക്കിയിട്ട് കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കറി നല്ല പാകമായിട്ട് കിട്ടും. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 7-8 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ 4-5 പച്ചമുളക് കീറിയതും കറിവേപ്പിലയും മല്ലിയിലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വഴറ്റി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള അച്ചായൻ ചിക്കൻ കറി റെഡിയായി. സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കൂടുതൽ നല്ല നല്ല ഫുഡ് റെസിപ്പീസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.